രാവിലെ കണി കാണുന്നത് ചെറിയ മഴയൊക്കെ ആയിരുന്നു. ചെറുതായിട്ടാണ് തുടങ്ങിയെങ്കിലും പിന്നെ നല്ലതുപോലെ അങ്ങ് ഉറച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെയിലും വെട്ടവും ഒന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കുറേ സമയം മുറ്റത്തുണ്ടായിരുന്നു. കാരണം തലേന്ന് വൈകുന്നേരം കുറച്ച് തുണികളൊക്കെ കഴുകി മഴ കാരണം നമ്മൾ ഉണക്കാനായിട്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി. ചെറിയ കോളുണ്ട്, പക്ഷേ ചെറിയൊരു വെട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഉള്ള തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ കുറച്ച് വിറകുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൊത്തിക്കീറി ഇട്ട് കേട്ടോ. മഴയായി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കഷ്ടപ്പാട്. വിറകുണക്കലും തുണി ഉണങ്ങലും ഒന്നും പറ്റത്തില്ല. മുന്നേ വാരാന്തി ഉള്ളത് കൊണ്ട് നമ്മൾ തുണികളൊക്കെ മഴ വരുന്ന സമയത്ത് അങ്ങോട്ട് പറക്കിയിടായിരുന്നു. ഇപ്പം മഴ പെയ്താലും നമുക്ക് തുണികളൊന്നും വാരിയിടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് വന്ന് അനിയത്തിയാണെങ്കിൽ മുറ്റമൊക്കെ തൂത്ത് കുറച്ച് കാട് കയറിയിട്ടുണ്ട്, മഴയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളിപ്പൊഴുത് കളയുന്നുണ്ട്. ആ ടൈമിന് ഞാൻ എൻ്റെ ജോലികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാത്തൂന് മദ്രസയുള്ള ദിവസവും കൂടിയാണ് കേട്ടോ. ഞാൻ രാവിലെ ഇത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്കറിയായിരുന്നു. കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്ത് നേരെ ഇതേ മദ്രസയെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കാൻ കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ അടുക്കളയെല്ലാം ഒതുക്കിപ്പറക്കി വെച്ചതിന് ശേഷമേ കാപ്പി കുടിക്കാൻ ഇരിക്കത്തുള്ളൂ. എന്തോ നല്ല വിശപ്പുള്ളതുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചു. പാത്തുവിന് കാലാവസ്ഥയുടെ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. ജലദോഷം അങ്ങോട്ട് വിട്ടുമാറുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പനിക്കൂർക്ക ഇല കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകി ഒന്ന് വാട്ടി അതിൻ്റെ നീര് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ചൂടുവെള്ളമോ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാനായിട്ടേ പണ്ടങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ അതൊന്നും കൊടുപ്പൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പനിയോ ചുമയോ ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവളെ ഞാൻ തിരികെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഒരു മഴ അങ്ങോട്ട് പാസ്സാക്കി. ഇന്നലെ രാത്രി ഒടിഞ്ഞു വീണ വാഴയാണ് കേട്ടോ, വാഴക്കൊലയാണത്. ഞാലിപ്പൂവിൻ്റെ ആയിരുന്നു. അത് തോരൻ വെക്കാൻ പരിവൊന്നും ആയിട്ടില്ല, എന്നാലും ഞാനതൊന്നും കളഞ്ഞില്ല. കുറച്ച് വെട്ടിപ്പറിച്ച് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ച് കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറിയാക്കി ലോങ് വീഡിയോ അപ്ലോഡ് ആക്കി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.